അങ്ങനെ ഇന്ന് നമ്മുടെ രജീഷ് മാമന്റെ വീട്ടിലെ പാലുകാച്ചിലാട്ട. വെളുപ്പാങ്കാലം 4 മണി സമയത്താട്ടാ ഞാൻ ഈ പട്ടുചേലൊക്കെ ചുറ്റി നിക്കണത്. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്യാൻ മറക്കരുതിട്ടാ. ഞങ്ങൾ ഒരുങ്ങി പിടിച്ച് ചെന്നപ്പോഴേക്കും ശാന്തിയുടെ പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ മാമനും അമ്മായി നേരത്തെ തന്നെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. വീടിന്റെ നാഥന്മാരാണല്ലോ, ഉണ്ടാവേണ്ടതാണല്ലോ. പിന്നെ മേമയും പാറു ചേച്ചിയും അമ്മായിമാരും മാമന്മാരും മക്കളും എല്ലാ വലിയമാരും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടാ പൂജയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ എന്റെ മാമന്മാരാട്ടാ. ഇവരൊന്നും നമ്മുടെ ഫോളോവേഴ്സിന് അധികം പരിചയം ഉണ്ടാവില്ല. ഞാൻ പരിചയപ്പെടുത്താം. എന്റെ മേമയുടെ ആങ്ങളമാരാണ്. ആങ്ങളമാരും ഭാര്യമാരും ഒക്കെയാണ് എന്റെ സ്വന്തം മാമന്മാര് അമ്മായിമാരും. എനിക്കെന്ന് പറഞ്ഞാല് എനിക്ക് ഏറ്റവും ഇഷ്ടം അവിടെ ചെന്ന് നിൽക്കാനാണ്. നമ്മുടെ വെക്കേഷൻ ആയാലും ചെറുപ്പത്തിലേ തുടങ്ങി ഞാൻ അവിടെ നിൽക്കാൻ പോണതാ. എന്താ പറയാ, എനിക്ക് ഭയങ്കര ഇഷ്ട ഈ മാമന്മാരെയും അമ്മായിമാരെയും മക്കളെയൊക്കെ. അങ്ങനെ നമ്മുടെ പൂജയൊക്കെ കഴിഞ്ഞ് പ്രസാദം കിട്ടിയിട്ടാ. പ്രസാദം കിട്ടിയപ്പോ അവിടെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അവിടെ കരിമ്പൊക്കെ, നമ്മുടെ നാട്ടിലൊന്നും ഇല്ലല്ലോ ഈ കരിമ്പൊക്കെ. പിന്നെ മറ്റേ ഗോതമ്പട, കുറച്ച് ഡിഫറെന്റ് ആണ് ഈ ഭാഗം എന്ന് പറഞ്ഞാലേ. തൃശ്ശൂര്, അന്നക്കര, പറപ്പൂർ, പാവറട്ടി ഭാഗമാട്ടാ. അങ്ങനെ എല്ലാവർക്കും പ്രസാദം വിതരണം ചെയ്തോണ്ടിരിക്കുക. ഞാനൊക്കെ പ്രസാദം അടിച്ചു വീക്കി വെളുപ്പിനെ നീട്ടിട്ടേ വിശന്നോണ്ടിരിക്കുകയായിരുന്നു. വെളുപ്പാങ്കാലല്ലേ, അടൊക്കെ എടുത്ത് വീക്കി ഉണ്ണിയപ്പൊക്കെ തിന്നാൻ എന്ത് ടേസ്റ്റാ, നെയ്യുടെ ടേസ്റ്റ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇത് നമ്മുടെ വാപ്പനും വേമനേട്ടാ, അറിയില്ലേ, എല്ലാവരും പ്രസാദം തിന്നോണ്ടിരിക്കട്ടെ. ഈ സമയത്ത് ഈ പ്രസാദം മാത്രം കിട്ടാനുള്ളൂ ഗൈസ്. വെളുപ്പാങ്കാലല്ലേ, കുറച്ച് കഴിഞ്ഞാല് നമ്മുടെ ചായയും കടിയൊക്കെ വരുള്ളൂ. അത് കഴിഞ്ഞിട്ടേ അവിടെ അയൽവക്കങ്ങളിലൊക്കെ ഇങ്ങനെ സ്വാമി ഓരോ തറകളുണ്ട്. അപ്പൊ അവിടെ ഞങ്ങൾ വിളക്ക് വെക്കാനായിട്ട് പോയി. എന്താ പറയാന്നൊന്നും അറിയില്ലാത്ത കറക്റ്റ് ആയിട്ട് എന്റെ ഒരു ഭാഷയിൽ പറയണാണ്. ഇതിൽ തെറ്റ് വേണമെങ്കിൽ പൊറുക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ അമ്പലമുണ്ട്, അന്നകര അമ്പലമുണ്ട്. ഞാനവിടെ പണ്ട് നിൽക്കാൻ ചെല്ലുമ്പോഴേ ഞാനും മേമയും പിള്ളേരൊക്കെ കൂടി അന്നകര അമ്പലം അവിടെ മൊത്തം ഞങ്ങൾ നടക്കാറുണ്ട്. പണ്ടത്തെ ഓർമ്മകൾ ഞാൻ അയവറക്കായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടം അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട്. ഒരു പ്രത്യേക സ്നേഹമാണ്. എന്താ പറയാ, പറയാൻ വാക്കുകളില്ല. അങ്ങനെ അമ്പലത്തിലൊക്കെ പോയി വീട് മറിക്കിടുന്ന ഞാൻ തലേദിവസം ഉറങ്ങിയിട്ടില്ല. ഭയങ്കര ഉറക്കക്ഷീണായിരുന്നു. ഇതിന്റെ ബാക്കി വീഡിയോ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാട്ടോ, അല്ലെങ്കിൽ ലോങ് ആയി പോകും. നമ്മുടെ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്ന ആഗ്രഹമുള്ളവർ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.